കേരളത്തിൽ വിഴിഞ്ഞം പദ്ധതി, വയനാട് ദുരന്തം തുടങ്ങിയ വിവിധ പദ്ധതികളുടെ ഭാഗമായി വലിയ ചർച്ച നടക്കുന്ന ഒരു വിഷയമാണ് പരിസ്ഥിതി ആഘാത നിർണയവും സാമൂഹ്യാഘാത നിർണയവും. അതിലേറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് പരിസ്ഥിതി ആഘാത നിർണയം, അല്ലെങ്കിൽ എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. 1962 റേച്ചൽ കഴ്സൺ എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു ശാസ്ത്രജ്ഞൻ എഴുതിയ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്നൊരു പുസ്തകത്തോടു കൂടിയാണ് ലോകത്തിൽ പരിസ്ഥിതിയെക്കുറിച്ചുള്ള വലിയ ചർച്ച വന്നത്. അങ്ങനെ ചർച്ച വന്നതിന് ശേഷം DDT തന്നെ അമേരിക്ക നിരോധിക്കുകയുണ്ടായി. ആ ചർച്ചകളെയൊക്കെ തുടർന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആ പുസ്തകം വിവിധ ഭാഷകളിൽ പോയി, മലയാളത്തിലുമുണ്ട്, നിശബ്ദ വസന്തം എന്ന പേരിൽ. എല്ലാവരും ഒന്ന് വായിച്ചിരിക്കുന്ന നല്ല പുസ്തകമാണത്. അപ്പോൾ 62 അത് വന്നതിന് ശേഷം 1972 സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ വെച്ച് പരിസ്ഥിതിയെയും വികസനത്തെയും കുറിച്ച് ഐക്യരാഷ്ട്രസഭ, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം, ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി പരിപാലന പരിപാടി അല്ലെങ്കിൽ പ്രോഗ്രാം പരിപാടിയുടെ ഭാഗമായി ഒരു അന്താരാഷ്ട്ര സമ്മേളനം നടന്നു. ലോകത്തിലെ എല്ലാ രാജ്യത്തെയും ഭരണാധികാരികൾ ഉൾപ്പെടെ പങ്കെടുക്കേണ്ട സമ്മേളനത്തിൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഭരണാധികാരികൾ വന്നില്ല, പക്ഷേ ഇന്ദിരാഗാന്ധി പങ്കെടുത്തിരുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ. അതിനെ തുടർന്നാണ് ഇന്ത്യയിൽ വരികയും, ആ സമ്മേളനങ്ങൾ ഇന്ത്യയിൽ വരികയും നിരവധി പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കി. ജല നിയമമുണ്ടാക്കി, വനജീവ നിയമമുണ്ടാക്കി, വന്യജീവി സംരക്ഷണ നിയമമുണ്ടാക്കി, വായു മലിനീകരണ നിയന്ത്രണ നിയമമുണ്ടാക്കി. 72-ലും 74-ലും 86-ലും ഒക്കെ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കി രാജ്യത്ത്. 1992 വേൾഡ് ബാങ്ക് പറഞ്ഞു, ലോക ബാങ്ക് പറഞ്ഞു, പദ്ധതികൾക്കല്ല എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തണം. 92-ലാണ് പറഞ്ഞത്. പക്ഷേ 1977 തന്നെ ഇന്ത്യയിൽ ഇത്തരം പദ്ധതികൾ, നദീതട പദ്ധതികളിൽ പരിസ്ഥിതി ആഘാത നിർണ്ണയമൊക്കെ നടത്താനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ 95-96 വരെ ഇതിങ്ങനെ നടത്തും, ഒരു ചെറിയ റിപ്പോർട്ട് തയ്യാറാക്കി വയ്ക്കും എന്നുള്ളതല്ലാതെ മറ്റൊന്നും നടന്നിരുന്നില്ല. എന്നാൽ ജയറാം രമേശ് ഇതിനെ കുറച്ചുകൂടി, ജയറാം രമേശ് ഭയങ്കര പരിസ്ഥിതി ഇഷ്ടമുള്ള ആളാണ്, പ്രകൃതിയും പരിസ്ഥിതിയൊക്കെ സ്നേഹിക്കുന്ന ആളാണ് കൂടുതൽ. അതുകൊണ്ടാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിന് വേണ്ടിയിട്ടൊക്കെ മാധവ് ഗാഡ്ഗിലെ ചുമതലപ്പെടുത്തുന്നത് ജയറാം രമേശ് പരിസ്ഥിതി മന്ത്രി ആയിരിക്കുമ്പോഴാണ്. പക്ഷേ അദ്ദേഹം കുറച്ച് സ്ട്രിക്റ്റ് ആയപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്ത് മാറ്റി, അത് വേറെ കാര്യം. അതിപ്പോൾ ഡൽഹിയിലൊക്കെ അങ്ങനെ തന്നെയാണ്, കേരളത്തിലും അങ്ങനെയാണ്. ആരെങ്കിലും ഒരു പരിസ്ഥിതി, വെള്ളം അല്ലെങ്കിൽ കാടൊക്കെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല മന്ത്രിയായിട്ടൊന്നും. 24 മണിക്കൂറാണ് MP വീരേന്ദ്രകുമാർ കേരളത്തിൽ മന്ത്രിയായിരുന്നു. അത് ഇടതുപക്ഷ മുന്നണിയുടെ മന്ത്രിസഭ, നയനാർ മന്ത്രിസഭയിൽ 24 മണിക്കൂർ ഇരിക്കാൻ പറ്റുള്ളൂ, പിന്നെ മാറ്റി പോട്ടെ, അത് വേറെ, നമ്മുടെ സബ്ജക്റ്റ് മാറിപ്പോകും. അപ്പോൾ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പറഞ്ഞു. 2006 സമഗ്രമായ നിയമം, 94 അത് വളരെ കർശനമായി. വേൾഡ് ബാങ്ക് പറഞ്ഞു, ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞു, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ വളരെ ശക്തമായ നിയമങ്ങളുണ്ടായി. ഇന്ന് ലോകത്ത് 100-ലധികം രാജ്യങ്ങളിൽ ഏത് പ്രവർത്തനം ചെയ്യണമെങ്കിലും അതിന് വലിയ പ്രോജക്റ്റുകൾക്ക് ഒരു പരിസ്ഥിതി ആഘാത നിർണ്ണയം നടത്തണം. ആദ്യം ഒരു സ്ക്രീനിങ് നടത്തും. സ്ക്രീനിങ് നടത്തി അതിനകത്ത് ഇത് പരിസ്ഥിതി ആഘാത നിർണ്ണയം നടത്തണോ വേണ്ടേ, എന്താണ് ഇതിൻ്റെ സ്കോപ്പൊക്കെ നോക്കും. പിന്നെ സ്ക്രീനിങ് നടത്തിയ ശേഷം ഒരു സ്കോപ്പിംഗ് പ്രോസസ്സുണ്ട്, പിന്നെ റിവാല്യൂഷൻ പ്രോസസ്സുണ്ട്, ഒരു സ്റ്റഡി പ്രോസസ്സുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പിന്നെ അതിനൊരു ഫൈനൽ റിപ്പോർട്ട് കൊണ്ടുവരും, അത് വെറ്റ് ചെയ്യും, പിന്നെ അത് സബ്മിറ്റ് ചെയ്യും. അത് പിന്നെ എന്താണ് പ്രസൻറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് പിന്നെ അനുവാദം വാങ്ങി. പിന്നെ 2000 കഴിയുമ്പോൾ, 2006 കഴിയുമ്പോൾ പബ്ലിക് ഹിയറിംഗ് വേണം. ഏത് റിപ്പോർട്ട് തയ്യാറാക്കിയാലും പബ്ലിക് ഹിയറിംഗ് വേണം എന്നാണ് പറയുന്നത്. അങ്ങനെ പബ്ലിക് ഹിയറിംഗ് നടത്തണം, പൊതുജനങ്ങളുടെ അഭിപ്രായം എടുക്കണം, ലോക്കൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വിവരങ്ങൾ എടുക്കണം, പ്രാദേശിക ആളുകളുടെ വിവരങ്ങൾ എടുക്കണം. അതെല്ലാം കൂടി ഉൾപ്പെടുത്തി ഇത് പരിഷ്കരിക്കണം, ഇത് പ്രസിദ്ധീകരിക്കണം. അപ്പോൾ വിഴിഞ്ഞ പദ്ധതിയുടെയൊക്കെ ഈ ആദ്യഘട്ടത്തത് അവർ പ്രസിദ്ധീകരിച്ച് 2-3 ഘട്ടത്തിൽ അതിപ്പോൾ സൈറ്റിൽ കിടപ്പുണ്ട്. പിന്നെ ഇത് ചെയ്യുന്ന ഏജൻസികളെന്ന് പറയുന്ന ആർക്കും ഇത് ചെയ്യാൻ പറ്റത്തില്ല, അക്രഡിറ്റ് ആയിട്ടുള്ള ഏജൻസികൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മിനിസ്ട്രി ഓഫ് ഫോറസ്റ്റ് ആൻഡ് എൻവയോൺമെൻറ്റിൻ്റെ ക്ലിയറൻസ് വേണം. സംസ്ഥാന തലത്തിൽ ഈ ആഘാത നിർണ്ണയത്തിനുള്ള ഏതെങ്കിലും പ്രോജക്റ്റ് വരികയാണെങ്കിൽ പ്രൊപ്പോണൻസ് എന്നാണ് പറഞ്ഞത്. ആരാണോ പ്രോജക്റ്റിൻ്റെ ഓണർ അവരാണ് പ്രൊപ്പോണൻറ്റന്മാർ. ഇപ്പോൾ വയനാട് പ്രോജക്റ്റിൻ്റെ പ്രൊപ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ PWD ആണ്. PWDക്ക് വേണ്ടി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രോജക്റ്റ് വിങ് കൊങ്കൺ റെയിൽവേക്കാരുണ്ടാക്കി അവർ ഈ പദ്ധതി എടുത്ത് അവർ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയെ കൊണ്ട് കൺസ്ട്രക്ട് ചെയ്യിക്കുന്നു. അതാണ് ഈ പ്രോസസ്സ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന പ്രോസസ്സിൽ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ചെയ്യാൻ കഴിയുന്ന ഏജൻസികളുണ്ട്, പ്രൈവറ്റ് ഏജൻസികളുമുണ്ട്. അക്രഡിറ്റഡ് ഏജൻസി ആയിരിക്കണം. ചെയ്യുന്ന ആളുകൾ അവർ അക്രഡിറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം. മിക്കവാറും ടെക്നോക്രാറ്റുകളും സയൻറ്റിസ്റ്റുകളും ആ മേഖലയിലെ പ്രൊഫഷണലുകളായിരിക്കും.
അതിനകത്ത് ജിയോളജി, ജിയോമോർഫോളജി, ഹൈഡ്രോളജി, പിന്നെ ഫ്ലോറ, ഫാണ, ലാൻഡ് യൂസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ ഇൻഫ്രാസ്ട്രക്ചർ, ഇങ്ങനെ പിന്നെ ലോ, എൻവയോൺമെൻറ്റൽ ലോ പഠിച്ച ഒരാളുണ്ടായിരിക്കും. ഇങ്ങനെ അങ്ങനെ ഒത്തിരി ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ടീമാണ് പഠനം നടത്തുന്നത്. പഠനം നടത്തി അവർ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്നു. ആ ഡ്രാഫ്റ്റ് അവർ ഈ എന്താണ് സ്റ്റേറ്റ് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അതോറിറ്റി കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നു. അതൊരു അതോറിറ്റി ഉണ്ട്, കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി ഏൽപ്പിക്കുന്നു. അവർ പരിശോധിക്കുന്നു, കമ്പനിക്ക് കൊടുക്കുന്നു. കമ്പനിയുടെ അഭിപ്രായം പറയുന്നു, അത് വാങ്ങുന്നു. ആ ഡ്രാഫ്റ്റ് വന്നതിന് ശേഷം അതിനെ പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ പബ്ലിക് ഹിയറിങ്ങിന് വയ്ക്കുന്നു. ഹിയറിംഗ് നടത്തുമ്പോൾ ജനങ്ങളും അഭിപ്രായവും ആശങ്കകളും പറയും, അവരുടെ ആശങ്കകളൊക്കെ പറയും. ഇതെല്ലാം പരിഹരിച്ചതിന് ശേഷമാണ് റിപ്പോർട്ട് വരുന്നത്. പക്ഷേ എന്നിട്ടും എന്തേ നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രശ്നം? ഒന്നാമത്തെ വിഷയം, ഈ റിപ്പോർട്ട് ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ റിപ്പോർട്ട് 1200 1300 പേജുണ്ട്. അതിൽ സാങ്കേതിക കാര്യങ്ങളായിരിക്കും കൂടുതൽ. ഈ സാങ്കേതിക കാര്യങ്ങളൊക്കെ മലയാളത്തിൽ ഈ ഹിയറിംഗ് നടക്കുമ്പോൾ ഒരു സംഗ്രഹം പറഞ്ഞ് ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷനിൽ അതിൻ്റെ സംഗ്രഹം പറയും. പക്ഷേ ഒറിജിനൽ ഡോക്യുമെൻ്റ് മലയാളത്തിൽ ഇതുവരെ ഞാൻ ഒരു പരിസ്ഥിതി ആഘാത നിർണ്ണയ റിപ്പോർട്ടും കണ്ടിട്ടില്ല. ഒത്തിരി റിപ്പോർട്ട് കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരാളിൻ്റെ പരിസ്ഥിതി ആഘാത നിർണ്ണയ റിപ്പോർട്ട് മലയാള ഭാഷയിൽ കണ്ടിട്ടില്ല. ഗവൺമെൻറ് അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇംഗ്ലീഷിൽ റിപ്പോർട്ട് കൊടുത്തോളൂ, മിനിസ്റ്റർ ഓഫ് ഫോറസ്റ്റ് ആൻഡ് എൻവയോൺമെൻറ്റിനെ കൊടുക്കാം, സമ്മതിച്ചു. പക്ഷേ മലയാളത്തിൽ സമ്പൂർണ്ണമായ റിപ്പോർട്ട് അതോടൊപ്പം തന്നെ പ്രസിദ്ധീകരിക്കണം, നിർബന്ധം പ്രസിദ്ധീകരിക്കണം. ഇംഗ്ലീഷ് റിപ്പോർട്ട് പോലെ മലയാള റിപ്പോർട്ട്, അതിനും കൂടി പണം വെച്ചാലും കുഴപ്പമില്ല, അത് പ്രസിദ്ധീകരിക്കണം. നമ്പർ 1. നമ്പർ 2, ഇത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ട് ശേഷം ഇത് വൺ ടൈം ക്ലിയറൻസ് ആണ്. വൺസ് അപ്പോൺ എ ടൈം എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്മളില്ല പാട്ടിലൊക്കെ, അതുപോലെ വൺ ടൈം ക്ലിയറൻസ് ആണ്. ഒരു പ്രാവശ്യം ഇത് ഈ ഡോക്യുമെൻറ്റും കൂടി വെച്ച്, ഇതൊരു 1200 1000 അല്ലെങ്കിൽ 500 പേജൊക്കെ വരുന്നൊരു ഡോക്യുമെൻറ്റും കൂടെ വെച്ച്, എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൻ്റെയും സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൻ്റെയും ഡോക്യുമെൻറ്റ് വെച്ച് ഇത് ക്ലിയർ ചെയ്ത് കിട്ടിയാൽ, പദ്ധതി ക്ലിയർ ചെയ്ത് കിട്ടിയാൽ, പിന്നെ ആ ഡോക്യുമെൻ്റ് ഒരു മനുഷ്യൻ തുറന്നു നോക്കത്തില്ല. ഇത് എംപാനൽ ഏജൻസിയെ സംബന്ധിച്ച് അവർ കാശ് വാങ്ങിപ്പോയി. എംപാനൽ വരുന്ന അല്ലെങ്കിൽ അക്രഡിറ്റഡ് ആയിട്ടുള്ള ആ ഏരിയയിലുള്ള ടെക്നോക്രാറ്റിനെയും പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം അവരും കാശ് വാങ്ങിപ്പോയി. അത്രേ അവർക്ക് പറ്റുള്ളൂ. അവർക്ക് പിന്നെ ദിവസം നിന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിലും സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിലും പറയുന്ന കറക്ഷണൽ ഫാക്ടേഴ്സ്, പ്രിക്കോഷണറി ഫാക്ടേഴ്സ്, ആഡഡ് ഫാക്ടേഴ്സ്, അങ്ങനെ കുറേ ഫാക്ടറുകളുണ്ട്. ഇതുകൂടി ആഡ് ചെയ്യണം, ഇത് കറക്റ്റ് ചെയ്യണം, ഇത് പ്രിക്കോഷൻ എടുക്കണം, ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് അവർ പറയും. ഇത് കാലാകാലങ്ങളിൽ നടക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാൻ സംസ്ഥാന സർക്കാരിലോ പദ്ധതി നിർവഹണത്തിലോ ഒരു കാര്യവുമില്ല. അടിയന്തരമായി ചെയ്യേണ്ടത് 1, ഇത് മലയാളത്തിലാക്കണം. 2, ഇത് വന്നാൽ അത് നിർമ്മാണം ആരംഭിക്കുന്ന അതേ സമയം തന്നെ ആ സമയം മുതൽ ആ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റിലും സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിലും പറയുന്ന കാര്യങ്ങൾ കൃത്യം ചെയ്തുകൊണ്ട് മാത്രമേ, പ്രിക്കോഷണറി എടുത്തുകൊണ്ട് മാത്രമേ പ്രോജക്റ്റ് തുടങ്ങാവൂ. പ്രോജക്റ്റിൻ്റെ ഓരോ ഘട്ടത്തിലും മോണിറ്ററിങ് ആവശ്യമുണ്ട്. വേണമെങ്കിൽ ഈ പ്രോജക്റ്റിൻ്റെ എൻവയോൺമെൻറ്റ് EIAയും SIAയും സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റും തയ്യാറാക്കിയ ടീമിലുള്ള എല്ലാവരും വേണമെന്നില്ല. കാരണം അവർക്ക് എല്ലാവരും കൂടി തയ്യാറാക്കുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ അറിയാമായിരിക്കുമല്ലോ, മുഴുവൻ പേരും വേണമെന്നില്ല. ആ ടീം അംഗങ്ങളെയും കൂടി നിശ്ചിത കാലയളവ്, ഈ നിർമ്മാണ കാലയളവിൽ അവരെയും കൂടി ചേർത്തുള്ള ഒരു കമ്മിറ്റി, മോണിറ്ററിംഗ് കമ്മിറ്റി ഗവൺമെൻറ് അടിയന്തരമായി ഉണ്ടാക്കണം. അവർ ഫ്രീക്വൻ്റായിട്ട് മീറ്റിംഗ് കൂടണം. അവരിതിനെ സപ്പോർട്ട് ചെയ്യണം. ഏതിനെ? ഈ ഡോക്യുമെൻറ്റിനെ അല്ല, എൻ്റെ മുതലാളിയല്ല, ഏജൻറ്റിനെ അല്ല. അപ്പോൾ ആ രീതിയിലുള്ള ചില പരിഷ്കാരങ്ങൾ കൂടി വരണം. എന്തായാലും വയനാട് ഉണ്ടായതുപോലുള്ള ദുരന്തത്തിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന പദ്ധതി നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കണമെങ്കിൽ പരിസ്ഥിതി ആഘാത നിർണ്ണയ പഠനവും സോഷ്യൽ ഇമ്പാക്റ്റ് പഠനവും യാന്ത്രികമായി ഒരു ചടങ്ങ് പോലെ നടത്തി വൺ ടൈം ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആക്കി മാറ്റിയാൽ ഇതുപോലെ അപകടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അതൊരു ഡോക്യുമെൻ്റ് അല്ല, ഒരു ലിവിങ് ഡോക്യുമെൻ്റ് ആണ്, ഒരു ഡോർമെൻ്റ് ഡോക്യുമെൻ്റ് അല്ല. അത് അലമാരയിൽ വയ്ക്കേണ്ട, പദ്ധതിയോടൊപ്പം കൊടുക്കേണ്ട ഒരു സൈലൻറ്റ് ഡോക്യുമെൻ്റ് അല്ല. പദ്ധതിയേക്കാൾ പ്രധാനമുള്ള, പദ്ധതി പൂർത്തീകരിക്കുന്നത് വരെ ഉള്ള ആ പ്രോട്ടോക്കോൾ തീരുമാനിച്ച് ആ പ്രോട്ടോക്കോൾ കറക്റ്റായി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന വളരെ കൃത്യമായ ഒരു ലിവിങ് ഡോക്യുമെൻ്റാണ് ഈ EIAയും SIAയും എന്ന് നമ്മൾ എന്ന് തിരിച്ചറിയുന്നുവോ അന്ന് മുതൽ അപകടങ്ങൾ കുറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് മലയാളത്തിലാക്കി ജനങ്ങളെ പഠിപ്പിക്കണം. വലിയ ബോധവൽക്കരണവും
വലിയ ശാക്തീകരണ പ്രവർത്തനങ്ങളും നടക്കേണ്ടതുണ്ട്. കമ്പനിക്കായാലും പൊതുജനങ്ങൾക്കായാലും ഡിപ്പാർട്ട്മെൻറ്റിലായാലും അതൊക്കെ നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ദുരന്തങ്ങൾ വരാതിരിക്കട്ടെ. വരുന്നാൽ തന്നെ നമുക്ക് പരമാവധി ജീവനും സ്വത്തും സംരക്ഷിക്കാം.